എൻ്റെ പപ്സിക്കുണ്ടല്ലോ ഞാൻ മെഹന്തി ഇടുന്നത് ഒട്ടും ഇഷ്ടമല്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാനും എൻ്റെ പപ്പയും തമ്മിൽ ഭയങ്കര ബോണ്ടാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ പപ്പി എനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നിട്ടേ ഉള്ളൂ. നിനക്കത് ഇഷ്ടമാണോ, ഇത് ഇഷ്ടമാണോ, എന്നെ ചെയ്തോ എന്ന് പറഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നിട്ടേ ഉള്ളൂ. പക്ഷേ എൻ്റെ പപ്പിക്ക് ഞാൻ ചെയ്യുന്നത് ഇഷ്ടമേ അല്ലാത്തൊരു കാര്യം മെഹന്തി ഇടുന്നതാണ്. കാര്യം ചിലപ്പോൾ അതിൻ്റെ ഒരു പക്ഷേ എൻ്റെ അമിത യൂസ് കൊണ്ടായിരിക്കാം, ഞാൻ എപ്പോഴും ഈ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ആയിരിക്കാം. പക്ഷേ എന്തുകൊണ്ടോ പപ്പിക്ക് അത് ഇഷ്ടമല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ പണ്ട് മൈലാഞ്ചി ഇടുമ്പോൾ എപ്പോഴും അടിയാം. അനിയത്തിക്ക് ഞാനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പറയും എനിക്ക് മാത്രം നീ കുളവാക്കി ഇട്ട് തരും, ബാക്കി എല്ലാവർക്കും നല്ല രീതിയിൽ ഇട്ട് കൊടുക്കും. ഞാൻ ചോദിക്കുന്ന സമയത്ത് ഇട്ട് തരത്തില്ല, ഇയാൾക്ക് ഇഷ്ടമുള്ളതാണോ ഇടുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാനും അനിയത്തിയും കൂടെ വഴക്ക് കൂടും. അപ്പോൾ വാപ്പിക്ക് അതുകൊണ്ടൊക്കെ ആയിരിക്കും വാപ്പിക്ക് ഒരു ബുദ്ധിമുട്ടായി തുടങ്ങിയത്. അപ്പോൾ വാപ്പി എൻ്റെ അടുത്ത് ദേഷിക്കും, മൈലാഞ്ചി ഇടലും എന്നൊക്കെ പറഞ്ഞ് ദേഷിക്കും. അതിനുശേഷം ഞാൻ ഇക്കായിട്ട് സ്നേഹത്തിലായപ്പോഴത്തേക്കും ഇക്ക എപ്പോഴും എൻ്റെ അടുത്ത് പറയും നീ നല്ല രീതിയിൽ ഇടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇക്ക എനിക്ക് നല്ല കോംപ്ലിമെൻ്റ് ഒക്കെ തരും. ഇക്ക എനിക്ക് സപ്പോർട്ടൊക്കെ തരുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വിചാരം എന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ മൈലാഞ്ചി ഇടുമ്പോൾ വാപ്പീനെ വഴക്ക് പറയും, അപ്പോൾ ഇക്ക എനിക്ക് സപ്പോർട്ടൊക്കെ തരുമായിരിക്കും എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ ചിന്ത. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കൊക്കെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കും, മറ്റുള്ളവർക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കൊക്കെ ഇക്കാക്ക് ഇഷ്ടമാണ്. ഇക്ക എല്ലായിടത്തും പറയുകയും ചെയ്യുള്ളൂ നല്ല രീതിയിൽ ഇടും എന്നൊക്കെ പറയുകയും ചെയ്യും. ഞാൻ എല്ലാവർക്കും ഇട്ട് കൊടുക്കും. ഇക്കാടെ ഫ്രണ്ട്സിൻ്റെ വൈഫ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും, നാത്തൂന് ഇട്ട് കൊടുക്കും, എല്ലാവർക്കും ഇട്ട് കൊടുക്കും. പക്ഷേ ഇക്കായ്ക്ക് അത്രയൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ എന്തോണ്ടോ ഇക്കായ്ക്കും അത് ഞാൻ മെഹന്തി ഇടുന്നത് ഒരു ഇഷ്ടമല്ലാത്തതാണ് കൈ തുടങ്ങി ദേഷ്യം വരും ഇക്കായ്ക്ക്. കാര്യം അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത്രയും സമയം അത്രയും നേരം അത് ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കണം. അതൊക്കെ കൊണ്ട് ഇക്കായ്ക്ക് അത് ഉണങ്ങിക്കഴിഞ്ഞ് സ്റ്റെയിൻ വന്നു കഴിയുമ്പോൾ ഇഷ്ടമാണ്. പക്ഷേ അതിന് വരെ ഇട്ടുകൊണ്ടിരിക്കണം, അതൊക്കെ ഇക്കായ്ക്കും ഇഷ്ടമല്ലാതായി തുടങ്ങി. മൈലാഞ്ചി ഇടുന്നത് ഇഷ്ടമല്ലെന്നല്ല, പക്ഷേ എപ്പോഴും ഇടുന്നതിൻ്റെ അമിത യൂസ് കൊണ്ട് തന്നെ ആയിരിക്കാം എന്നെ വഴക്കൊക്കെ പറയും. എപ്പോഴും എന്തിനാ മൈലാഞ്ചി ഇടുന്നത് അതായതാന്നൊക്കെ പറഞ്ഞ് എന്നെ എപ്പോഴും വഴക്കൊക്കെ പറയും. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയത്തില്ല, ഞാൻ ഈ വട്ടം ഈ വീഡിയോ എടുക്കുന്നതും ഒക്കെ കണ്ട് മൈലാഞ്ചി ഇടുന്നതും ഒക്കെ കണ്ട്, പക്ഷേ എന്നെ ഒന്നും പറഞ്ഞില്ല. ഒക്കെ മാറിയിരുന്ന് ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരുന്ന എൻ്റെ അടുത്ത് ഇട്ട് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ടാണ് ആ കല്യാണം കഴിഞ്ഞ സമയത്ത് പറയുമായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോഴാർക്കും ആദ്യമായിട്ടാണ് പറയുന്നത് ഇട്ടോ ഞാൻ പിന്നെ വന്നോളാം എന്നൊക്കെ പറഞ്ഞ് മാറിയിരുന്നൊക്കെ തന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് എൻ്റെ ഡിസൈൻ അവസാനം കണ്ടപ്പോഴത്തേക്കൊക്കെ നോക്കി പറയുകയും ചെയ്ത് കൊള്ളാലോ, നല്ലോണം ഇട്ടേക്കുന്നല്ലോ എന്ന് പറയുകയും നല്ലൊരു കോംപ്ലിമെൻറ്റ് തരികയും ചെയ്തു. ഈ വീഡിയോ കുറിച്ച് ഫെയ്ഡായിട്ടിരിക്കുന്നത് നൈറ്റ് എടുക്കുന്നത് കൊണ്ടാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.